വണ്ടിപ്പെരിയാർ പോപ്സ് എസ്റ്റേറ്റ് വക തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് INTUC KPW യൂണിയൻ HRP യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. 7-ാം തീയതി വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വണ്ടിപ്പെരിയാറിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. പോപ്സ് എസ്റ്റേറ്റ് വക പീരിമേഡിലെ തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ശമ്പളം നൽകിയിട്ട് 4 മാസം പിന്നിടുകയാണ്. ഉപജീവനമാർഗമായ ജോലി തരുവാൻ സാധിക്കാത്ത അവസ്ഥയും വീണ്ടും ഇവരെ ദുരിത ജീവിതത്തിലേക്ക് നയിക്കുന്ന നയമാണ് പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് സ്വീകരിച്ചു വരുന്നത്. തൊഴിലാളികളുടെ ശമ്പള പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനായി നടന്ന മന്ത്രിതല ചർച്ചയും വിജയം കണ്ടില്ല. അധ്യയന വർഷം ആരംഭിക്കുവാനിരിക്കെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നതുൾപ്പെടെയുള്ള ഭാരിച്ച ചെലവുകളും വരുവാനിരിക്കെയാണ് തൊഴിലാളികളുടെ ജീവിതം നരകപൂർണ്ണമായി കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് INTUC KPW HRPE യൂണിയൻ പ്രതിഷേധം ശക്തമാക്കുന്നത്. പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ നിഷേധ നിലപാടിനെതിരെയും വിഷയത്തിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാത്ത സംസ്ഥാന സർക്കാരിന്റെ നയത്തിനെതിരെയും 7-ാം തീയതി വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് വണ്ടിപ്പെരിയാർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. നിലനിൽക്കുന്ന തൊഴിൽ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഇടപെടാത്തതിൽ പ്രതിഷേധിച്ച് INTUCയുടെ നേതൃത്വത്തിലുള്ള 2 യൂണിയനുകൾ സംയുക്തമായി തൊഴിലാളികളുടെ പ്രതിഷേധ സദസ്സ് നടത്തുകയാണ്. വണ്ടിപ്പെരിയാറില് മെയ് മാസം 7-ാം തീയതി 2 മണിക്ക് പോപ്സ് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ത്തിലെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനും തൊഴിലാളികൾക്ക് ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള യാതൊരുവിധ ഇടപെടലും നടത്താത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ സദസ്സ് വണ്ടിപ്പെരിയാറ്റിൽ ഞങ്ങൾ INTUCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അടിയന്തരമായി ഗവൺമെൻറ് ഈ പട്ടിണിയിലായ കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ അനുവദിക്കണം. സ്കൂള് തുറക്കാറായിരിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര ധനസഹായം നൽകണം. അല്ലെങ്കിൽ പീരുമേട്ടിൽ പട്ടിണി മരണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഗവൺമെൻറ് അടിയന്തരമായി ഈ വിഷയങ്ങളിൽ ഇടപെടണം, ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് INTUC യൂണിയനുകൾക്ക് പറയുവാനായിട്ടുള്ളത്. തൊഴിലാളി യൂണിയൻ നേതാവും സ്ഥലവാസിയുമായ പീരുമേട് MLA വാഴൂർ സോമൻ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നും നേതാക്കൾ ആരോപിച്ചു. വണ്ടിപ്പെരിയാർ KPW യൂണിയൻ ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ HRP യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഖ് തോമസ്, KPW യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.